രാവിലെ തന്നെ കട്ടൻ ചായ ഒക്കെ ആയിട്ട് പോണം ഗൈസ്. ഞങ്ങള് 3 മണിക്ക് എണീറ്റിട്ട് ഇരിക്കുവാണ്. ആക്ച്വലി ഇന്നലെ നമ്മൾ നൈറ്റ് ഉറങ്ങിയിട്ടില്ല. 2 മണിയായില്ലേ കിടന്നപ്പോ. 2 മണിക്ക് ഞങ്ങൾ കിടന്നു. 3 മണിയായപ്പോ എണീറ്റു. ഇത് വണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പോകാനുള്ള. നമ്മൾ നേരെ കൊച്ചിയിലോട്ട് പോവാണ്. സോ ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ ബാക്കി അവിടെ നിന്ന് കാണാം അല്ലെ? റെയിൽവേ സ്റ്റേഷനിലെത്തി ഗൈസ്. ഞങ്ങൾ 4 പേരേ ഉള്ളൂ, പക്ഷെ 40 പെട്ടിയുണ്ട്. കോമഡിയാണ്, വണ്ടിയിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ കൊച്ചിക്ക് വിടുവാണ്. സോ അതിനുശേഷം അവിടെ നിന്ന് ആലപ്പി. അപ്പോൾ ഗൈസ് നമ്മൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എത്ര മണിക്കായിരുന്നു? 4 മണിക്കായിരുന്നു അല്ലേ പുറപ്പെട്ടു അവിടെ നിന്ന്. അപ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് 4 മണിക്ക് വന്നു. സോ ഇവിടെ 9:30 ആയപ്പോൾ എത്തി. പിന്നെ ഞങ്ങൾ ഹോട്ടലൊക്കെ തിരഞ്ഞു നടന്ന് അവസാനം കണ്ടുപിടിച്ച് കിട്ടി. ഇനി കുറച്ച് നേരം നമ്മളിവിടെ ലുലുമാളിലൊക്കെ ഒന്ന് തെണ്ണാനൊക്കെ പോകും. അതിനുശേഷം നേരെ ആലപ്പി. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒന്നും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക്, ഭയങ്കര ബിസി ആയിപ്പോയി അതുകൊണ്ട്. അപ്പം ഞാനിപ്പോൾ പരിചയപ്പെടുത്താം. ഇത് ഫസ്റ്റ് ചിഞ്ചുമോൾ, അഞ്ജുടെ അനിയത്തി. ഓക്കെ, ആൻഡ് ഇത് അവിടെ ഇത് ആൻസില, അവളുടെ കസിൻ. ഇത് ടീനയുടെ അഞ്ജുവിൻ്റെ കസിൻ. ഓക്കെ, അപ്പം ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പം പിന്നെ കാണാം. ബൈ. അപ്പോൾ ഗൈസ്, നീണ്ട യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ഇതാ ഇവിടെ കായംകുളത്തെത്തിയിരിക്കുകയാണ്. അപ്പം ചെറുക്കനെ വീട്ടുകാർ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തൊക്കെയാണ് പറയുന്നത്. അവിടെ ഫ്ലോയിങ് കളഞ്ഞ് അങ്ങനെ അവർ കണ്ടു നിർത്തിയിരിക്കുകയാണ്. അതത് ഫുഡ് ക്യാമറ എടുക്കുമ്പോൾ വീഡിയോ വന്നു. അപ്പം നമ്മൾ വിചാരിച്ചു അപ്പം വീഡിയോ എടുക്കുക പറയാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനമാണ് ഹണി ഗ്ലേസ്ഡ് ചിക്കൻ. ഞാനും പുതിയതായിട്ട് വ്ളോഗിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലാവും. എന്നെ ID വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ഫാൻസിൻ്റെ ബഹളമല്ല. പിന്നെ നിങ്ങളാരും എന്നെ മൈൻഡ് ചെയ്യത്തില്ല, അതുകൊണ്ട് ഞാൻ തരത്തില്ല ഗൈസ്. ഓക്കെ ബൈ. എനിക്കറിയാം. എവിടെയാണ് ചിഞ്ചുമോളെ? നമ്മൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ താമസിക്കുന്ന ഹോട്ടലിലെ ഐ മീൻ പ്ലേസിന്റെ സ്ഥലം പറ കുട്ടികളെ. കായംകുളം. അതെ. എന്താ ഇവിടെ പരിപാടി? അഞ്ചുമോളുടെ കല്യാണം. അഞ്ചുമോൾ എവിടെ? കുറച്ച് സാരമില്ല, നമുക്ക് വേറെ വഴിക്ക് പോവാം. ഞങ്ങളോട് പറഞ്ഞിട്ട് പറ്റി ചെക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ നോക്കി സെറ്റാക്കി വെച്ചോളാം, അടുത്തൊക്കെ എത്തിച്ചേരാന്ന്. അങ്ങനെ നിന്നോടല്ല, നിനക്കായിട്ടില്ല, നീ അവിടെ ഇരുന്നാ മതി. അതെ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം കായംകുളത്താണുള്ളത്. സോ ബിബിൻ്റെ വീട് ഇവിടെ അടുത്താട്ടോ, അതായത് കല്യാണ ചെറുക്കുണ്ട്. അപ്പം നമുക്കവർ ഇവിടെ ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. സോ പിന്നല്ല നമ്മളൊരു ഈവനിങ് എത്ര മണിയായി? 6 മണി 7 മണിയൊക്കെ ആ ഒരു ടൈമിൽ ഇവിടെ എത്തി. അതിനുശേഷം പിന്നെ നൈറ്റ് പുടവടക്കൽ ചടങ്ങുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു. അതിനുശേഷം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിൽ പോയി റിസപ്ഷനിൽ പോയിട്ട് ഫുഡൊക്കെ റിസപ്ഷനിലല്ലോ, റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. ഇതാ പിന്നെ നമ്മളിവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അവരെല്ലാം പുറത്ത് പോയി ഫുൾ അലച്ചിലായതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം റെസ്റ്റ്. അപ്പം നിങ്ങൾക്കൊരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആമേനെ കണ്ടോ? ആമയെ കാണാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു. സ്മെല്ലുണ്ടോ? ഭയങ്കര സ്മെല്ലാണ്. ഇവിടെ ഒരു മീൻ കുളമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവരിവിടെ ഫാമിങ് നിറയെ മീനാണ്. എന്ത് മീനാ ഇത്? പ്രത്യേകിച്ച് പ്രീ വെഡിങ് ഷൂട്ട് നടക്കുന്നുണ്ട്. അത് ഈവനിങ് ആണ്. ഏതാ? അഴീക്കൽ ബീച്ച് അല്ലേ? അഴീക്കൽ ബീച്ച്. നമ്മൾ ആദ്യം മട്ടാഞ്ചേരി ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞങ്ങൾ എല്ലാവരും നല്ല ടയേർഡായിരുന്നു.
അവനും ടയേർഡാണ്. അപ്പം നമുക്ക് അവിടെ വരെ ട്രാവൽ ചെയ്യാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ അഴീക്കൽ ബീച്ചിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി നാളെ ഈവനിങ് ആണെങ്കിൽ അവൻ്റെ വീട്ടിൽ പ്രോഗ്രാം ഉണ്ട്. അത് മേ ബി പോവാതിരിക്കും, ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷൻ. അങ്ങനെ പിന്നെ കല്യാണം വന്നിട്ട് 8-ാം തീയതി, നാളെ കഴിഞ്ഞു. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് കാണാം. ഇവിടെ നന്നായിട്ട് കാണുന്നുണ്ടോ? കണ്ടോ, നിങ്ങൾക്ക് മീനിനെ കാണുന്നുണ്ടോ ഗൈസ്? കാണുന്നുണ്ടോ? ഞാൻ സൂം ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാത്തിനും കൂടെ നല്ല വെയില. എനിക്ക് തന്നെ കൊതിയാവുന്നുണ്ട്. പാടമല്ല ഇത് എന്താ ചതുപ്പല്ലേ? അത് പക്ഷെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല, നമ്മൾ താഴ്ന്നു പോകുമെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. കല്യാണത്തിന് വന്നിട്ട് വേറെ പേരക്കൊക്കെ കിടക്കുന്നുണ്ടോ? എനിക്ക് പേരൊക്കെ വേണം, പറിക്കാൻ പേടിയാ മിസ്. ചേർന്നു റിസ്ക് എടുക്കാൻ വയ്യാത്തോണ്ട് റിസ്ക് എടുക്കാൻ പറ്റാത്തോണ്ട് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ഇവിടെ നിർത്തി. ഇവിടെ തന്നെ വേണ്ട, വാങ്ങിച്ചു തരാം ഞാൻ നിനക്ക്. എനിക്ക് മരത്തിൽ നിന്ന് പൊട്ടിച്ച് കഴിക്കും. ഹലോ, അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ്. വണ്ടി അവരുടെ ആൻസിലയുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ അവരുടെ കൂടെ പോയി ഫുഡ് കഴിക്കാൻ വിചാരിക്കുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ എവിടെയോ പോകുന്നുണ്ട്. എവിടെയാണെന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല, അപ്പോൾ ഞാൻ പറയാം. അഞ്ജു ഇതുവരെ പോയിട്ട് വന്നിട്ടില്ല. സോ അഞ്ജുവിൻ്റെ അനിയത്തി ചിഞ്ചു ഇവിടെ നിൽപ്പുണ്ട്. ഹായ് ചിഞ്ചു. ഹലോ. എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല, പക്ഷെ നമ്മളെ അയാൾ കൊണ്ടുപോകും. ആരെ കൊണ്ടുപോകണേ? അവിടെ നമ്മുടെ ആൻസിലയുടെ ഫ്രണ്ട് ഉണ്ട്, കൊണ്ടുപോകും. നമ്മൾ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരും. അതെ, ഞങ്ങൾ ആദ്യമായിട്ടോ കേട്ടോ കാര്യങ്ങളും വരുന്നത്. അതെ, അതുകൊണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെയാണ് നമ്മുടെ മോസ്റ്റ് പ്രോഗ്രാംസ് എല്ലാം. നാളെയും നാളെ കഴിഞ്ഞു. അതുപോലെ നമ്മൾ കർട്ടനിടും. സോ അതിന് മുമ്പുള്ള എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണിത്. നമ്മൾ ഇവിടെ വന്നിട്ട് എവിടെയും പോയിട്ടില്ല. ഇവിടെ ഞാൻ കുട്ടനാടൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, അതിനുള്ള ടൈം ഉണ്ടോയെന്ന് അറിയത്തില്ല, നോക്കാം. ഇവിടുത്തെ കണ്ടോ, ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടോ, നല്ല രസമുണ്ടല്ലേ. രാവിലെ അങ്ങോട്ട് നോക്കുമ്പോഴത്തേനും പാടം ഫുള്ള് ചതുപ്പ്, അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഞങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി നൈസായിട്ട്. അങ്ങനെ ഇനി ബാക്കിയുള്ളവരെ കാണിച്ചു തരാൻ വരും. എന്താണ് മോളെ പരിപാടി? എവിടെ നിന്റെ ഫ്രണ്ട്? ഇവളുടെ ഫ്രണ്ട് വരുന്നൊക്കെ പറഞ്ഞു. രാവിലെ 9 മണിക്ക് ഇവള് പറയുന്നത് എന്റെ ഫ്രണ്ട് വരും ഇപ്പൊ സമയത്ത് 2 മണിയായില്ലേ? അതെ, 9 മണിക്ക് വരാന്ന് പറഞ്ഞ ഫ്രണ്ടാണ്. ഇവിടെ പിന്നെ ജാഫ്തീനക്ക് വർക്ക് ഫ്രം ഹോം ആണ്. അവള് വർക്ക് ഫ്രം ഹോം ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അവളുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, ചിഞ്ചുമോളുണ്ട്, ഞാനുണ്ട്, ആൻസിലുണ്ട്, പിന്നെ കുറച്ച് ആ പയ്യനുണ്ട്. എവിടെ പോകുന്നതെന്ന് അറിയത്തില്ല. ചിഞ്ചുമോൾ എങ്ങോട്ടാ? എങ്ങോട്ടോ, പക്ഷെ ഫുഡ് കഴിക്കും, അതാണ് നമ്മുടെ മെയിൻ. എങ്ങോട്ടോ എനിക്കറിയത്തില്ല. എങ്ങോട്ടാ? ഫുഡ് കഴിക്കാൻ പോയിട്ട് വരാം ഗൈസ്. ബൈ. എവിടെയാ പോകുന്ന അറിയില്ല, പോകുന്ന വഴിക്ക് കാണുന്നു, കേറുന്നു, കഴിക്കുന്നു. അതെ, അപ്പം നമുക്ക് അറിയത്തില്ല എവിടെയാ പോകുന്നതെന്നോ എന്താ പ്ലാൻ അറിയില്ലായിരുന്നു. നമുക്ക് ഒരു പ്ലാനും ഇല്ല, അതാണ് ഞങ്ങളുടെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ തീരുമാനങ്ങളൊന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. ഇതാ എവിടെ എത്തിയിട്ടുണ്ട് ഫൈനലി. ഇതിന്റെ പേരെന്താ? റെസ്റ്റോറന്റ് എങ്ങനെയുണ്ട് ഫുഡ്? സീ ഫുഡ് കഴിക്കാൻ വന്ന ഞങ്ങൾ ബിരിയാണി നല്ല ജ്യൂസിയാണ്. അതെ, ഞങ്ങൾ കടലിൽ വളരുന്ന എന്താണെന്നറിയത്തില്ല, ഞങ്ങൾ എവിടെ പരിപാടി അവതരിച്ചറിയില്ല. ഇന്നലെ തൊട്ട് എല്ലാം ഫ്ലോപ്പാണ്.
സാരില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, ഒരു ബിരിയാണി ടേസ്റ്റ് ഉണ്ടെന്നാ പറഞ്ഞാൽ കഴിച്ചു നോക്കി. നിങ്ങൾ കഴിക്കില്ലേ? നിങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചതാ, ഉറങ്ങാൻ പോണെന്ന് ആഗ്രഹമുണ്ട്. ഇനി അടുത്തത് എന്താ? ഷോപ്പിംഗ് കഴിഞ്ഞ് save the date. 2 ഡ്രസ്സ് കൊണ്ടുവന്നു ഞങ്ങൾ. അതെ, ഇവിടെ എത്തിയപ്പോഴാണ് ബുദ്ധിമുട്ട് മനസ്സിലായത്. എല്ലാത്തിനും ബുദ്ധിമുട്ട്. അതെ, ഓരോന്നിനും പുറത്തിറങ്ങണം. പ്രതീക്ഷിച്ചില്ല, ഒരു വാക്ക് പറഞ്ഞില്ല. അതെ, ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് ഹോസ്റ്റലിൽ നിന്ന് സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ട് വന്നേന്. എന്നിട്ടും 14 പെട്ടി ഉണ്ടായിരുന്നു. അതാണ് അതിന്റെ ഹൈലൈറ്റ്. 14 പെട്ടി ഞങ്ങൾ വന്നിറങ്ങി. 6 പേരും 14 പെട്ടിയും. മൊത്തം ഹാൻഡ് ബാഗ് എല്ലാം കൂടെ കൂട്ടിട്ടാണോ വന്നാല്? ചിഞ്ചുമോള എന്താ ചെയ്തേ നീ? ആൻസിലയുടെ കൈ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഡോർ അടച്ചു. പാവം, അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി ചേട്ടനൊക്കെ ഓടി വന്നു. കൈ വെള്ളമൊക്കെ നനച്ച് തിരുമിയൊക്കെ കൊടുത്ത്. വാട്ടെ കെയറിങ് ചേട്ടന്മാരാ. കായംകുളംകാരൊക്കെ അടിപൊളിയാട്ടോ. ഒരു അപകടം വന്നപ്പോഴത്തേനും പെട്ടെന്ന് ഓടി വന്നു. ഇതെങ്ങനെയുണ്ട്? കൊള്ളാലോ. പിങ്ക്. ഞാൻ പിങ്കിൻ്റെ ആണോ നിങ്ങളെ? എനിക്ക് പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. ഈ മാസം ഞാൻ കുറേ ഡ്രസ്സ് എടുത്തു. ഇനി എടുത്തു കഴിഞ്ഞാൽ ചിഞ്ചുമോൾക്ക് എന്നാ വേണ്ടേ? ചിഞ്ചുമോക്ക് സൈസിനുള്ളത് ഇവിടെ കിട്ടില്ല. ഞാനത് പിന്നെ അടിച്ച് ഷേപ്പ് ആക്കണം. ഈ കൊച്ചിനെ ഞാൻ പറഞ്ഞു കാണിച്ചു തരാമേ. ഈ കൊച്ചിനെ കണ്ട നിങ്ങൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നതെന്ന് പറയും ഗൈസ്. +1 അല്ലേ? +2 അല്ലേ? 18 വയസ്സായോ? കൊച്ചി നേഴ്സിന് ഇവിടെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ഒരു കൊച്ചാണ്. നീ എന്താ വെച്ചാൽ നേഴ്സാട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ മരുന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇന്നലെ തൊട്ട് കോൾഡേനോ റണ്ണിങ് നോസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മരുന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. കിഡ്സിന്റെ സെക്ഷൻ വന്നിരിക്കുകയാണ് ഗൈസ്. കോമഡിയാണ്. അവിടെ ചെന്നിട്ട് ആർക്കുള്ള സൈസ് ഇല്ല. എന്നിട്ട് ഞങ്ങൾ കിഡ്സിന്റെ സെക്ഷനിലേക്ക് വന്നു. ഓക്കെ, ഡ്രസ് കിട്ടിയോ? കിട്ടി. നിനക്കോ? എനിക്കും കിട്ടി. അതാ നമ്മുടെ ഡ്രസ്സ് വരുന്നുണ്ട്. ഡ്രസ് കിട്ടിയോ? അവളുടെ സൈസിനുള്ള കിട്ടിയില്ല ഗൈസ്. നമ്മൾ നെക്സ്റ്റ് ഇനി അഴീക്കൽ പോവാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവര് പോയില്ലെങ്കിൽ നമുക്ക് ആ വണ്ടി കയറാം. കിടന്നുറങ്ങാം. എങ്ങോട്ടാ? നമ്മൾ ഫോട്ടോഷൂട്ട് പോവാ. ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് പോകും. എവിടെയാ പോകുന്നതെന്ന് വെച്ചാൽ തോട്ടപ്പള്ളിയോ? തോട്ടപ്പള്ളിയോ? എവിടെയാ പോകുന്നത്? അതെ, തോട്ടപ്പള്ളി. സ്ഥലമില്ലാത്തോണ്ട് ഞങ്ങൾ മടി. ഇതാണ് നമ്മുടെ കല്യാണ സെക്കൻഡ്. ഇത് പിന്നെ കല്യാണ പെണ്ണ്. നമ്മള് സേവ് ദ ഡേറ്റിന് വന്ന കേട്ടോ. നാളെ കല്യാണം, ഇന്ന് ഷൂട്ട്. വെറൈറ്റി അല്ലേ? നാളെ അല്ല, മറ്റന്നാള്. അതെ, ഭയങ്കര ബിസിക്കാരാണ്. ഇത് UK കാരനും അത് ഫോട്ടോഗ്രാഫറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. എന്താണ് ഗൈസ്? അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിട്ടുണ്ട്. സോ അവർ മുന്നേ പോയി, ഞങ്ങൾ പുറകെ പോയിട്ടുണ്ട്. ടച്ചപ്പ്. ഇത് തോട്ടപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. അപ്പം ഇവിടെ എന്ത് ചിങ്ങണി? തോട്ടപ്പള്ളി ചിങ്ങണീസിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അടിപൊളി പ്ലേസ് ആണ്. ബീച്ച്. ഞങ്ങൾ നൈസായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് രസമല്ലേ ഈ സ്ഥലം കാണാനായിട്ട്. ഇവിടെയാട്ടോ ഇവരുടെ ഷൂട്ട് കിടക്കുന്നത്. ഇത് തോട്ടപ്പള്ളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ലൈക്ക് ബീച്ചിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. അഴീക്കൽ ബീച്ചിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിവിടെ അറിയാത്ത സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് നല്ല ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാനായിട്ട്
ഷൂട്ട് കിടക്കുന്നുണ്ടോ? അവിടെ രണ്ടെണ്ണം കൂടെ കറങ്ങുന്നു. അവരവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കും. ഫോട്ടോ ചാടലൊക്കെ ഉണ്ടല്ലോ. അവരായിട്ട് നന്നായിട്ട് പണിയൊക്കെ കഴിച്ച് വൈബായിട്ട് പോവാം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറിയ ഫുഡിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നിങ്ങൾ നിൽക്കുന്നു. ബാക്കി 2 പാക്കറ്റ് തീർത്താണ്. ഇനിയും ഉണ്ടായിരുന്നു. ഇത് തീർമ്പോൾ അടുത്ത് പോയി മേടിക്കും. ആളുടെ ടച്ചപ്പാണ്. പക്ഷെ ഞങ്ങളൊന്നും ഇപ്പം ആവശ്യമില്ല. ഞങ്ങൾ പാവങ്ങൾ. ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ബിഹൈൻഡ് ദ സീൻ. ഭയങ്കര രസമുണ്ടല്ലേ സ്ഥലം കാണാനായിട്ട്. നല്ല കാറ്റൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു സൺസെറ്റ് വരുമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നോക്കാം. എനിക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ മണൽ കൂട്ടിയിട്ടിട്ട് അതിനകത്ത് എന്താ പച്ചപ്പുല്ല്. ഇവിടെ നിന്നാണ് നമ്മൾ മണലെടുക്കുന്നത്. പെർമിഷൻ ഉണ്ടെന്ന് തോന്നുന്നു എടുക്കാനായിട്ട്. ഇത് കണ്ടോ, ആ കാണുന്നുണ്ടോ, അതെല്ലാം മണലാണ് കൂട്ടിയിട്ടേക്കുന്നത്. അതവിടെ പിന്നെ അവിടെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു അവിടെയൊക്കെ മണൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, അങ്ങനെ നമ്മുടെ സേവ് ദ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ മടുത്തു. ഞങ്ങളുടെ മുഖമൊക്കെ നോക്കിയേ. നമ്മളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളെങ്ങനെ ടയേർഡായിരുന്നു. ആ പക്ഷേ കഴിക്കാനൊന്നും കിട്ടിയില്ല. അതാണ് ഒരുത്തന്നെ ഇവിടെ വണ്ടീൻ്റെ അത്തിരിപ്പുണ്ട്. എന്താ വാങ്ങിച്ചു തരുന്നത് എന്തോ ആർക്കറിയാം. ചോദിക്കും. ഇവരൊക്കെ ഞങ്ങളുടെ കാലിൽ ഫുള്ള് മണലായിട്ട് കഴുകാൻ പോയപ്പോൾ എല്ലാവരും ഇവിടെ കാല് കഴുകിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ മണലുണ്ടല്ലോ, മറ്റേ കരിമണൽ, കറുത്ത മണൽ, ലൈക്ക് അങ്ങനെ. ഇനി നെക്സ്റ്റ് പരിപാടീസ് എന്താണ്? ഇനി നേരെ റൂമിലോട്ട് പോകാൻ തോന്നുന്നു. വേറെ ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചായ കുടിക്കാൻ കയറുമായിരിക്കും. പക്ഷം വേറെ ഒന്നുമില്ല. അപ്പം നമ്മളെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ തീരുവാണ്. സോ നെക്സ്റ്റ് കാണാം. അതെ, നമുക്കിനി നാളെ കാണാം. സേവ് ദ ഡേറ്റ് കല്യാണ പെണ്ണ് വന്നത് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ. വെരി നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. നടുവൊടിയാഞ്ഞത് ഭാഗ്യം. അതെ, എടുത്തൊക്കെ പോക്കുമ്പോൾ ഭയങ്കര എടുത്ത് പോക്കിയിട്ട് ഇങ്ങനെ തിരിച്ചിടായിരുന്നു. അതെ, പൊറോട്ട അടിക്കുമായിരുന്നു. ലൈവായിട്ട് ഞങ്ങൾ പൊറോട്ട അടിക്കുന്നത്. നല്ലതായിരുന്നു കേട്ടോ, നല്ലായിരുന്നു. ഇവിടെ എന്നാ അതാ ചേട്ടന്മാരൊക്കെ പോവാണ്. പിന്നെ നമുക്ക് നാളെ കാണാം. എന്നെ കമ്മലി ഇടിപ്പിച്ചിട്ട് എന്നെയും കൂടെ എടുക്കും. കമ്മലി ഇല്ലാതെ തന്നെ എടുക്കട്ടെ. അപ്പം ഇതാ നമ്മളിവിടെ എല്ലാവരും മെഹന്തിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങളൊന്നും മെഹന്തി ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നാളെ ഓഫീസിൽ പോകണ്ടല്ല. നമ്മള് മെഹന്തി ഫംഗ്ഷൻ ഒന്നും ആയിട്ട് നടത്തുന്നില്ല. സോ അപ്പം നമ്മൾ ബ്രൈഡിന് മാത്രം ഇച്ചിരി മെഹന്തി ഇടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ഞങ്ങൾ ഫുള്ള് പുറത്തൊക്കെ പോയി കരിവാളിച്ചിട്ടുണ്ട്. ടാൻ പോകാനായിട്ട് കുറച്ച് ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇടട്ടെ. എന്നാലും നീ ഇതെങ്ങനെ ഒപ്പിച്ചടാ? ട്രൈയിലും വീണു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെണ്ണിന്റെ അപ്പനെ ഫേസിൽ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുന്ദരനായിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ചിഞ്ചുകുട്ടി ബെന്നിക്കുട്ടനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ രാത്രി ഞങ്ങൾ മേക്കപ്പ് ട്രയലിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം ഈ ചേട്ടനൊക്കെ അറിയായിരിക്കും, ഷാലു മേനോൻ്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. What you guys are doing? മാസ്ക്. See? ഇത് ഞങ്ങളുടെ അവസാന ഘട്ട സ്കിൻ കെയർ ആണ് ഗൈസ്. ഒരാഴ്ച കൊണ്ട് ഇത് തന്നെ പരിപാടി. പക്ഷെ ഉണ്ടല്ലോ, കറുത്ത് കരുവാളിച്ചെന്നല്ലാതെ വേറെ ഒരു ഗുണവും ഇല്ല. എനിക്ക് സ്ട്രോബെറി വെഡിങ് ഡേ. ഞാൻ ഓർക്കുന്നു. മാസ്ക് ഗേൾസ്. അതെ, ലുക്ക് സ്ട്രോബെറി അല്ലാത്ത റോസ്.
കണ്ണും സ്ട്രോബെറി വേറെന്താ സാധനം സ്ട്രോബെറി സ്മെല്ലുണ്ടല്ലോ. എനിക്കിഷ്ടമല്ല. ഒന്നും മേടിച്ചിട്ടില്ലടാ. എന്നാണ് ഗിഫ്റ്റ് ഒന്നും മേടിച്ചിട്ടില്ല ചേച്ചി. ഹൻഷീസ റഞ്ചുകുട്ടൻ യൂസ് അപ്പൊ അഞ്ചു ഒരുങ്ങാൻ പോവാണ് guys. ഇത് കഴിക്കണ്ടേ? വണ്ടിന്ന് അഴിച്ചു ഉണങ്ങിയിട്ടില്ലല്ലോ.